മാതൃഭൂമി ഹെൽത്ത് കെയർ സമ്മിറ്റ് എഡിഷൻ 2 ഉദ്ഘാടന ചടങ്ങിൽ ആരോഗ്യരംഗത്തെ പ്രമുഖർ ഒത്തുചേരുകയാണ്. ആരോഗ്യമേഖലയുടെ വികസനമാണ് ചർച്ചാ വിഷയം. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. അതൊന്നും ഒരു സൊല്യൂഷൻ ആയിരുന്നില്ല. സൊല്യൂഷൻ പിന്നീട് നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി. നമ്മൾ മെഡിസിൻ കണ്ടുപിടിച്ചു. ആ മെഡിസിൻ കാരണം ഒരുപാട് പേരെ ഈ രോഗത്തിന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. പക്ഷെ അപ്പോഴും സമൂഹത്തിലുള്ളൊരു ധാരണ, ഞാൻ ഡോക്ടേഴ്സിൻ്റെ ഒരു യോഗ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അപ്പോഴും ജനത്തിനിടയിലൊരു ധാരണ ഈ 2 ഡോസ് ഇഞ്ചക്ഷനും എല്ലാം കഴിഞ്ഞ പല ആളുകളും, മാത്രമല്ല 50 വയസ്സ് കഴിഞ്ഞ പലരും കുഴഞ്ഞു വീണ് മരിക്കുന്നു എന്നൊരു ധാരണ സമൂഹത്തിലുണ്ട്. പ്രത്യേകിച്ച് ബൂസ്റ്ററും കൂടെ എടുത്ത് 2 ഡോസും ബൂസ്റ്ററും എടുത്ത് 50 വയസ്സിന് താഴെയുള്ള ഒരു ഏജ് ലിമിറ്റിൽ മരണം കൂടുതൽ സംഭവിക്കുന്നു. അതിന് വല്ല അടിസ്ഥാനമുണ്ടോ? ഞാൻ പറയുന്നത് ഇതൊക്കെ വകുപ്പിനെ അറിയാൻ താല്പര്യമുള്ള വിഷയങ്ങളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു വ്യക്തമായിട്ടുള്ളൊരു ചിത്രം നമ്മുടെ കയ്യിലുണ്ടാകും. ഇപ്പോൾ ഡോക്ടർമാർക്ക് അറിയാമല്ലോ, നിങ്ങൾ രോഗികളെ ചികിത്സിക്കുമ്പോൾ ആദ്യം നിങ്ങൾ നേരിട്ട് ചികിത്സിക്കുകയല്ലോ, എന്താണ് രോഗം എന്ന് ആദ്യം മനസ്സിലാക്കിയിട്ടില്ലേ ചികിത്സ. ഇപ്പോൾ രോഗം മനസ്സിലാക്കുമ്പോഴേ ചികിത്സ ഫലപ്രദമാവുള്ളൂ. ഇപ്പോൾ രോഗം എന്താണ്, എങ്ങനെ നമ്മൾ നീങ്ങണം. ഇതിൽ നിങ്ങളുടെ ചില നിർദ്ദേശങ്ങൾ ഞാൻ വായിച്ചത്, ഒന്ന്, ഈ പകർച്ചവ്യാധികൾക്കെതിരെ ഒന്നിക്കുക. തീർച്ചയായിട്ടും ഒരുമിച്ച് നീങ്ങേണ്ടതാണ്. കാരണം ഇന്ന് പലയിനം പകർച്ചവ്യാധികൾ, ഇപ്പോൾ ഷിഗല്ലയുടെ വരവ്, ഷിഗല്ല നേരത്തെ ഉണ്ട്, പക്ഷേ ഇപ്പോഴാണ് അതിനെക്കുറിച്ച് പബ്ലിസിറ്റി കിട്ടിയത്. ഷിഗല്ല ഇടയ്ക്ക് ഒന്ന് പ്രത്യക്ഷപ്പെട്ട് അപ്രത്യക്ഷമാവുന്ന നിപ, ഡെങ്കിപ്പനി തുടങ്ങിയിട്ടുള്ള പകർച്ചവ്യാധികൾ. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്കറിയാം, ഇതിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ ഇത് ആരോഗ്യവകുപ്പ് മാത്രം വിചാരിച്ചാൽ പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാൻ കഴിയുമോ? കുറ്റം അവസാനം ഏറ് കിട്ടുന്ന ആരോഗ്യവകുപ്പിനാണ്. ഞാൻ ഇന്ന കാലത്ത് ഒരു ചടങ്ങിൽ പങ്കെടുത്ത്, ഞാനും ശ്രീ സാറുകളെയൊക്കെ ഒരു പരിപാടിയിൽ കാലത്ത് പങ്കെടുത്തു. കഴിഞ്ഞിറങ്ങുമ്പോൾ പത്രക്കാരെന്നോട് രാഷ്ട്രീയമാണ് ചോദിച്ചത്. തിരുവനന്തപുരം നഗരസഭയിൽ അവിശ്വാസം കൊണ്ടുവരുന്നുണ്ടോ എന്താണെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ മന്ത്രിയായിട്ട് ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനില്ല. കാരണം ഞാൻ സംസ്ഥാനത്തിൻ്റെ മന്ത്രിയാണ്. സംസ്ഥാനത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭ. അവിടുത്തെ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് മന്ത്രി അഭിപ്രായം പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് അവിശ്വാസത്തിൻ്റെ കാര്യം അവർക്ക് വിട്ടുകൊടുക്കുന്നു. പക്ഷേ അതേ സമയത്ത് ഈ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഉള്ളതുകൊണ്ട് ഇവിടെ പങ്കെടുക്കേണ്ട മേയർ ഇവിടെ വരാത്തതിൻ്റെ കാരണം അദ്ദേഹം പരിക്ക് പറ്റിയ ആശുപത്രിയിലാണ്. പക്ഷേ ആ ഒരു ഇഷ്യൂ നിലനിൽക്കുന്നത് കൊണ്ട് കുറേ ദിവസങ്ങളായി നഗരത്തിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നില്ല. ഞങ്ങളെ ഭയപ്പെടുന്ന ഒരു കാര്യം അതാണ്. ഇപ്പോഴത്തെ തന്നെ ആരോഗ്യവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർ എൻ്റെ മുമ്പിലുണ്ട്. അവർ തന്നിട്ടുള്ള റിപ്പോർട്ട് എന്താ? ഇത്തവണ കാലവർഷം ശക്തിപ്പെടുമ്പോൾ ഡെങ്കി പടരാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ പടരാൻ സാധ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രതിരോധിക്കണം. ഇത്രയും ഈ പകർച്ചവ്യാധിക്ക് അതിൻ്റെ പ്രിക്കോഷൻ ഫെബ്രുവരിയിൽ എടുക്കേണ്ടതായിരുന്നു. പക്ഷേ നടന്നില്ല, പോട്ടെ, അതിനെക്കുറിച്ചുള്ള ചർച്ചയിലേക്ക് പോകണ്ട. പക്ഷേ ഈ വരാൻ പോകുന്ന കാലവർഷത്തിൽ ഡെങ്കിപ്പനി പടർന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഞങ്ങൾ മാത്രം വിചാരിച്ചാൽ മതിയോ? ഇപ്പോൾ ഷിഗല്ല പരിശോധിച്ചപ്പോൾ എന്താ സ്ഥിതി? ഒരു വിദ്യാലയത്തിലെ 21 കുട്ടികൾക്ക് ഇത് ബാധിച്ചു. ഞാൻ അവിടെ സൈറ്റിൽ പോയി പരിശോധിച്ചു. നോക്കുമ്പോൾ കിണറിൽ കംപ്ലീറ്റ് ബാക്ടീരിയ കലർന്നിരിക്കുന്നു. നിലവിലുള്ള റൂൾ അനുസരിച്ച്, കഴിഞ്ഞ സർക്കാർ ഉണ്ടാക്കിയ നിയമം അനുസരിച്ച് വിദ്യാലയങ്ങളിൽ ഫുഡ് സേഫ്റ്റി കാർ പ്രവേശിക്കാൻ പാടില്ല. ഞങ്ങൾ പറഞ്ഞത് ശരിയാവില്ല. കാരണം കൊടുക്കുന്ന ഭക്ഷണത്തിലൊക്കെ എന്തെങ്കിലും ബാക്ടീരിയ കലർന്നാലോ. അപ്പോൾ കിണറുകൾ വൃത്തിയാക്കി വയ്ക്കണം. അത് ആരോഗ്യവകുപ്പ് മാത്രം വിചാരിച്ച പോലെ ആ വിദ്യാലയം വിചാരിക്കണം, വകുപ്പ് വിചാരിക്കണം. അതുപോലെ തന്നെയാണ് മാലിന്യം നീക്കം ചെയ്യൽ. കൊതുകുകളെ ഇല്ലാതാക്കണം. ആരാ ഇല്ലാതാക്കേണ്ടത്? അത് ലോക്കൽ ബോഡി ഇല്ലാതാക്കണം. ഞങ്ങൾ സഹകരിച്ചു കൊടുക്കാം. ഞങ്ങളുടെ വകുപ്പിൻ്റെ കീഴിൽ തന്നെയാണ് ഫുഡ് ആൻഡ് സേഫ്റ്റി. അവരോട് പറഞ്ഞു എല്ലാ കടകളും പരിശോധിക്കുക, സംശയമുള്ള കടകൾ പരിശോധിക്കണം. അപ്പം ഞാൻ പറയുന്നത്
അതുപോലെ ജലസേചന വകുപ്പ്, അതിനും പങ്കുണ്ട്. വെള്ളങ്ങൾ, നമ്മുടെ തിരുവനന്തപുരത്തെ അവസ്ഥ എന്താ? പാർവതി പുത്തനാർ മാലിന്യം കലർന്ന ഒരു നദിയായിട്ട് അത് മാറി, ഒരു കാളിന്തിയായിട്ട് മാറി. ഞാനൊക്കെ 1970 തിരുവനന്തപുരത്ത് ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിട്ട് വരുമ്പോൾ ആ കാലത്ത് അവിടെ മുങ്ങിക്കുളിച്ചിരുന്ന ആളുകൾ. ഇന്നങ്ങനെ ചെയ്യാൻ കഴിയുമോ? എല്ലാ തോടുകളും മാലിന്യം കൊണ്ട് നിറഞ്ഞു. അപ്പോൾ അതിൻ്റെ പരിഹാരം ഉണ്ടാക്കേണ്ടതും, അപ്പോൾ ഞാൻ പറഞ്ഞത് തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ജലസേചന വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, അതിൻ്റെ കൂടെ ആരോഗ്യം. പക്ഷേ ഇതിലേതെങ്കിലും ഒരു സ്റ്റേജിൽ മാറ്റം വന്നാൽ ജനങ്ങളുടെ ആരോഗ്യത്തിനെ ബാധിക്കും. അന്ന് സമാധാനം പറയേണ്ടത് ആരോഗ്യമന്ത്രിയും ആരോഗ്യ വകുപ്പുമാണ്. ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഇപ്പം നിപ വന്നു, ഒരു രോഗിക്ക് മാത്രം ആണ് പോസിറ്റീവായത്. പക്ഷെ ഞാൻ അഭിമാനത്തോടെ പറയുന്നത് ഡോക്ടർമാർ മുതൽ തൂപ്പു ജോലിക്കാർ വരെയുള്ളവരുടെ സഹകരണം കൊണ്ടാണ് അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞത്. ഞാൻ അഭിമാനത്തോടെ പറയാം, അതിൽ എൻ്റെ ക്രെഡിറ്റ് എനിക്കല്ല. എൻ്റെ വകുപ്പിൽ ഡോക്ടർമാർ മുതൽ തൂപ്പു ജോലിക്കാർ വരെ കാണിച്ച ആത്മാർത്ഥത. ഒറ്റ ആൾക്ക് മാത്രമേ പോസിറ്റീവായിട്ടുള്ളൂ. ആ പോസിറ്റീവായ വ്യക്തിയെ അന്ന് രാത്രി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമ്പോൾ ആ രാത്രി സർവേ ചെയ്യും എന്നാരും വിചാരിച്ചതല്ല. ഡോക്ടർമാർ പോലും പറഞ്ഞു, സാർ ഇന്ന് രാത്രി കടന്നു കിട്ടാൻ പ്രയാസമാണ്. പക്ഷെ ഇന്നിപ്പോൾ രോഗം അതേ കണ്ടീഷൻ മോശമാണെങ്കിലും ഇപ്പോഴും ഈ 15-ാം ദിവസവും ആ രോഗി ഹോസ്പിറ്റലിൽ ജീവനോടെയുണ്ട്. മാത്രമല്ല ഒരാൾക്ക് പോലും ഇത് ബാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ, മക്കൾ, ഇവരുടെ എല്ലാ സാമ്പിൾ പരിശോധിച്ചപ്പോൾ എല്ലാം നെഗറ്റീവാണ്. അതായത് വന്ന ഉടൻ തന്നെ അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞു. അതായത് മുൻകാല അനുഭവങ്ങളാണ്. ആദ്യം വന്നപ്പോൾ 16ഓളം പേരാണ്, നിയമസഭയിലെ മറുപടിയിൽ 16 പേരാണ് മരണപ്പെട്ട റെക്കോർഡ്, നിയമസഭയുടെ റെക്കോർഡ് ഞാൻ പരിശോധിച്ചപ്പോൾ. അപ്പോൾ അത് ഇത്തവണ നമുക്ക് കാര്യമായി ഒന്നും സംഭവിക്കാത്ത രീതിയിൽ അത് കടന്നുപോയി. പക്ഷേ അതിൻ്റെ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്ക് ആ രോഗം വരുന്നത്? കാരണം മറ്റു രോഗങ്ങൾക്ക് ഓരോ കാരണങ്ങളുണ്ട്. ഇപ്പോൾ എലിപ്പനിക്ക് നിങ്ങൾക്കറിയാം, ഈ വെള്ളത്തിൽ എലി മൂത്രം ഒഴിക്കുമ്പോൾ അത് ചവിട്ടുമ്പോഴാണ് എലിപ്പനി വരാൻ സാധ്യത. ഡെങ്കി ആണെങ്കിൽ കൊതുകുകൾ വരുന്നത്. പക്ഷേ നിപയെക്കുറിച്ച് ഉണ്ടായിട്ടുള്ള സംശയം, വവ്വാലുകളുടെ സാന്നിധ്യം, അത് സ്ഥിരീകരിച്ചിട്ട് ഒരേ കാര്യം വവ്വാലുകളുടെ സാന്നിധ്യം മാത്രമാണ്. പക്ഷേ അതാണെങ്കിൽ എന്തുകൊണ്ട് സംസ്ഥാനത്ത് മുഴുവൻ ഉണ്ടായിട്ടില്ല? ഇപ്പോൾ ഏറ്റവും അധികം നിപ പടർന്ന കാലത്ത് 16 പേരോളം മരിച്ച സന്ദർഭത്തിലും അത് കോഴിക്കോട് ജില്ലയിൽ മാത്രമായിരുന്നു, പ്രത്യേകിച്ച് പേരാമ്പ്ര താലൂക്ക്, പിന്നെ മലപ്പുറം ജില്ല. അങ്ങനെ 2-3 ജില്ലകളിൽ മാത്രം ഒതുങ്ങുന്ന എന്താ? വവ്വാൽ എല്ലായിടത്തും ഇല്ലേ? ഇത് എന്നൊരു ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു മികച്ച നിലവാരം നാളെ നമുക്ക് ആരോഗ്യരംഗത്ത് പുലർത്തണമെങ്കിൽ ഇതുപോലുള്ള ചർച്ചകളുടെ ആവശ്യമുണ്ട്, പ്രത്യേകിച്ച് എക്സ്പെർട്ടായിട്ടുള്ള ഡോക്ടർമാരുടെ. ഇതിൽ പറയുന്നത് ആരോഗ്യരംഗത്ത് സ്വകാര്യ മേഖലയെ കൂടെ സർക്കാർ പങ്കാളിയാക്കണം എന്നാണ് ഇവിടുത്തെ ഒരു നിർദ്ദേശം. അത് ഞങ്ങളിപ്പോൾ പ്രാവർത്തിയാക്കി കഴിഞ്ഞല്ലോ. ഇപ്പോൾ ഞങ്ങൾ എക്സ്പെർട്ട് കമ്മിറ്റിയെ വെച്ചു. ഇങ്ങനെ പകർച്ചവ്യാധികളെ എങ്ങനെ പെട്ടെന്ന് നമുക്ക് തടയാം. 2 കാര്യങ്ങളാണ് ചുമതലപ്പെടുത്തിയത്. ഒന്ന്, പെട്ടെന്ന് എങ്ങനെ ഒന്ന് പ്രതിരോധിക്കാം, ഈ വല്ലാത്തൊരു പോക്ക് എങ്ങനെ പിടിച്ചു നിർത്താം. 2, അടുത്ത തവണ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള മാർഗം എന്താണ്? ആ എക്സ്പെർട്ട് കമ്മിറ്റിയെ നയിക്കുന്ന ഡോക്ടർ SS ലാൽ, അദ്ദേഹം പ്രൈവറ്റ് മേഖലയിൽ നിന്ന് വന്നതാണ്. ഡോക്ടർ മാർത്താണ്ഡപിള്ള, നിങ്ങൾക്കറിയാം, ഇവിടെ അനന്തപുരി ഇതിൽ ഈ കോൺക്ലേവിൽ പങ്കാളിയാണല്ലോ. അങ്ങനെ അത് ഉൾപ്പെടെയുള്ള സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലുള്ള ഡോക്ടർമാരെയാണ് ഈ എക്സ്പെർട്ട് കമ്മിറ്റിയിൽ ഞങ്ങൾ നിയോഗിച്ചിട്ടുള്ളത്. ആ എക്സ്പെർട്ട് കമ്മിറ്റിയുടെ പ്രാഥമിക റിപ്പോർട്ട് കിട്ടിയപ്പോൾ അതനുസരിച്ച് കുറേ നടപടി എടുത്തിട്ടുണ്ട്.